ഔട്ട് ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റബിൾ കറി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു കോളിഫ്ലവറും 3 ഉരുളക്കിഴങ്ങ്, 3 തക്കാളി, 2 സവാള, പിന്നെ ഗ്രീൻ പീസ്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് അതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവറും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കോളിഫ്ലവറും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ജീരകവും 1 പിഞ്ച് കായപ്പൊടിയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ സവാളയാണ്, അതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ അതിനകത്തേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസും കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ചേർത്താൽ കറിക്ക് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഉണ്ടാവും. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ചപ്പാത്തിക്കും റൊട്ടിയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.